ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്ലോഗറിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ഒരു 3 ആഴ്ച മുമ്പ് ബ്ലോഗറിനെ കുറിച്ച് സംസാരിച്ചായിരുന്നു. പക്ഷേ അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ വെളിപ്പെടുത്തിയിരുന്നില്ല. ഞാൻ അത് കഴിഞ്ഞിട്ടൊരു 3 ആഴ്ചയായിട്ട് ബ്ലോഗർ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിലൂടെ എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ വരുമാനം നേടാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ചൊരു റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അതിനകത്ത് നോക്കിയപ്പോൾ ഇഷ്ടംപോലെ ആളുകൾ, അതായത് ഇന്ത്യയിൽ ഇഷ്ടംപോലെ ആളുകൾ ബ്ലോഗിങ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ മലയാളികൾക്കൊന്നും ഇതെങ്ങനെയാണ് ബ്ലോഗിങ് ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ച് അത്ര നല്ലൊരു ജ്ഞാനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കും ആദ്യം ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ എനിക്ക് എഴുതാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ബ്ലോഗിങ്ങിലോട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ കുറേശ്ശെ ഞാൻ ഓരോ കാര്യങ്ങളെക്കുറിച്ച് എഴുതാൻ തുടങ്ങി. എഴുതുന്നതെല്ലാം പ്രസിദ്ധപ്പെടുത്താനും തുടങ്ങി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വരുമാനം നേടണമെങ്കിൽ നമ്മൾ 2-3 കാര്യങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കണം. അതായത് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലോഗ് ഉണ്ടാക്കണം. അപ്പോൾ ഒരു ബ്ലോഗ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പൈസയൊന്നും മുടക്കാതെ തന്നെ നമുക്ക് ഒരു ബ്ലോഗ് ഉണ്ടാക്കാൻ പറ്റും. ഗൂഗിളിൽ ജിമെയിൽ അക്കൗണ്ടുള്ള ആർക്കും ബ്ലോഗ് ഉണ്ടാക്കാൻ സാധിക്കും. അവരുടെ blogger.com എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്. www.blogger.com എന്ന വെബ്സൈറ്റിനകത്ത് നമ്മൾ ചെന്നിട്ട് നമുക്ക് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് എടുക്കുക. മെയിൽ അക്കൗണ്ട് എടുത്തതിന് ശേഷം അതിൻ്റെ റൈറ്റ് സൈഡിൽ കുറേ കുത്തുകൾ കാണാം. ആ കുത്തുകളൊന്ന് അടിച്ചു കഴിയുമ്പോൾ അതിൻ്റെ കീഴോട്ട് നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേനും ബ്ലോഗറിൻ്റെ ഒരു എംബ്ലം കാണാം. ആ ബ്ലോഗറിൽ കയറി നിങ്ങൾക്ക് സുഖമായിട്ടൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിനകത്ത് തന്നെ അത് കസ്റ്റമൈസ് ചെയ്യാനുള്ള എല്ലാ ഇതും അവരിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കസ്റ്റമൈസ് ചെയ്യാനൊന്നും ഒരു പാടുമില്ല. ഒന്നും അറിയാൻ വയ്യാത്ത, അതായത് ഇൻ്റർനെറ്റിനെ കുറിച്ച് ഒരു സാധാരണ ഒരു ജ്ഞാനമുള്ള ആർക്ക് വേണമെങ്കിലും അതിനകത്ത് കയറിയിട്ട് നമുക്ക് ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മളൊരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ രണ്ടാമതായിട്ട് ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എഴുതുക. അതായത് നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും 1-2 വളർച്ച, അത് നിച്ച് എന്ന് പറയും ഇംഗ്ലീഷിൽ, അതിനെക്കുറിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ടെക്നോളജിയെക്കുറിച്ച് എഴുതുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ബ്ലോഗ് എഴുതുന്നുണ്ട്. അവർ നന്നായിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ടെക്നോളജിയെക്കുറിച്ച് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പാചകം അറിയാമെങ്കിൽ പാചകത്തെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാം, റെസിപ്പി. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇങ്ങനെ അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് എഴുതിയാൽ മാത്രം നമുക്ക് വരുമാനമൊന്നും കിട്ടത്തില്ല. വരുമാനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ്സെൻസ് എന്നൊരു അക്കൗണ്ട് ഉണ്ട്. അതായത് അത് ഗൂഗിളിൻ്റെ തന്നെ അക്കൗണ്ടാണ്. അതിലാണ് നമുക്ക് വരുമാനം. അതായത് ഗൂഗിള് അവരുടെ അഡ്വർടൈസ്മെൻറ്റ് നമ്മുടെ ബ്ലോഗിൽ കൊണ്ടുവന്ന് കാണിക്കും. ബ്ലോഗിൽ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ ഇത് എവിടെയൊക്കെ ഇരുന്നാണോ ആരൊക്കെ വ്യൂ ചെയ്യുന്നോ അവർ വ്യൂ ചെയ്യുമ്പോഴത്തേനാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നത്. അപ്പോൾ ആഡ്സെൻസ് അക്കൗണ്ട് നമുക്ക് എടുക്കണമെങ്കിൽ ആദ്യം ഒരു ബ്ലോഗ് ഉണ്ടാക്കുക. ബ്ലോഗ് ഉണ്ടാക്കിയതിന് ശേഷം www.adsense.com എന്ന് പറഞ്ഞ വേറൊരു വെബ്സൈറ്റ് ഉണ്ട്. അതും ഗൂഗിളിൽ തന്നെയാണ്. അതിൽ കയറിയിട്ട് നമുക്ക് ആഡ്സെൻസ് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ എഴുതാൻ തയ്യാറാകണം. പിന്നെ വേറൊരു കാര്യം, മലയാളത്തിൽ ബ്ലോഗ് എഴുതി കഴിഞ്ഞാൽ ആഡ്സെൻസ് നമുക്ക് കിട്ടത്തില്ല. അതായത് ഇന്ത്യയിൽ 2 ഭാഷയാണ് ബ്ലോഗ് എഴുതാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആഡ്സെൻസ് നമുക്ക് ഇത് ചെയ്യുന്നത്. അതിലൊരു ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷും രണ്ടാമത്തെ ഭാഷ ഹിന്ദിയുമാണ്. അപ്പോൾ നമ്മളൊന്നുകിൽ ഇംഗ്ലീഷിൽ എഴുതണം അല്ലെങ്കിൽ ഹിന്ദിയിൽ എഴുതണം. നിങ്ങൾക്ക് ഏതാണോ നന്നായിട്ട് എഴുതാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഷയിൽ നിങ്ങൾക്ക് എഴുതി തുടങ്ങാം. പിന്നെ വേറൊരു കാര്യം, ഇപ്പം ഞാൻ പറയുന്നതായിട്ട് നിങ്ങൾ നാളെ മുതൽ ഒരു ബ്ലോഗ് റെഡിയാക്കി നിങ്ങൾ എഴുതാൻ തുടങ്ങിയാൽ മറ്റന്നാൾ മുതൽ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഒന്നും വരത്തില്ല. ഇതിന് നിങ്ങൾ കുറേ ക്ഷമ കാണിക്കണം. അതായത് നമ്മൾ കുറേ നന്നായിട്ട് എഴുതണം. നന്നായിട്ട് എഴുതി കുറേ ടോപ്പിക്കുകൾ നമ്മുടെ ബ്ലോഗിൽ വന്നതിന് ശേഷം അപ്പോൾ ഓരോ തവണ നമ്മൾ എഴുതുമ്പോഴും ഗൂഗിൾ ഇതെല്ലാം സെർച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഗൂഗിൾ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സെർച്ച് ചെയ്യുന്നത് വെച്ചിട്ടാണ് അവരറിയുന്നത് നമ്മളിങ്ങനെ എഴുതുന്നുണ്ടെന്നും. അതിന് കുറേ മെത്തേഡുകൾ അവർ പറയുന്നുണ്ട്. ആ മെത്തേഡുകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. അങ്ങനെ എഴുതുകയാണെങ്കിൽ നമുക്കും ഒരു വരുമാനം ഗൂഗിളിലൂടെ നേടാൻ പറ്റും. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ വരുമാനം നേടിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഇത് ഡൊമൈൻ അല്ല, നമുക്ക് വേണമെങ്കിൽ പെയ്ഡായിട്ടുള്ള ഹോസ്റ്റിംഗ് നമുക്ക് എടുക്കാൻ പറ്റും. പെയ്ഡായിട്ടുള്ള ഹോസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഫ്രീ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ 1 രൂപ പോലും മുടക്കാതെയാണ് ഗൂഗിളിൽ വന്നിട്ട് നമ്മൾ ബ്ലോഗറിനകത്ത് നമ്മൾ ബ്ലോഗ് ചെയ്യുന്നത്. അപ്പോൾ പെയ്ഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേന് അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ പൈസ അടച്ചുകൊണ്ടുള്ള ഹോസ്റ്റിംഗാണ്, പ്രക്ഷേപണമാണ്. ഹോസ്റ്റിംഗ് എന്ന് വെച്ചാൽ പ്രക്ഷേപണമാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമുക്ക് വീണ്ടും കുറച്ച് വരുമാനമൊക്കെ കിട്ടിയതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കറിയാം ഒത്തിരി മലയാളികൾക്ക് എഴുതാനായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും അറിയാനുള്ള ഒരു മാർഗവും ഇല്ലാത്തത് കൊണ്ടും എല്ലാ ഇതും ഇംഗ്ലീഷിലൊക്കെ ആയതുകൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങളിത് മനസ്സിലാക്കാൻ പറ്റാതെ പോകരുത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള ഇൻകം എന്നൊക്കെ പറയുന്നത് യൂട്യൂബിൽ നിന്ന് വരുന്ന ഇൻകം
അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ആണെങ്കിൽ വലിയൊരു മേഖലയായിട്ട് ഉയർന്നു വരുന്നത്. അപ്പോൾ ഏത് സാധാരണക്കാരനും നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ട ഒരു ബേസിക് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ഉപയോഗിക്കാൻ അറിയാവുന്ന ആർക്ക് വേണമെങ്കിലും നമുക്ക് അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ കാണുക. ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തുക. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. അങ്ങനെയാകുമ്പോൾ ഞാൻ അടുത്ത തവണ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ബൈ.